വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? IELTS ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാനൊരു സെൽഫി ഇങ്ങനെ എടുക്കാനായിട്ട് നിൽക്കും, മമ്മൂക്കാൻ എടുത്തു ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത്? മമ്മൂക്ക ഞങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. നമുക്ക് മെമ്മറി സെക്ഷനിലോട്ട് പോവാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണല്ലോ. മമ്മൂക്ക, ഞാൻ, അജു വർഗീസ്. ഇത് ശരിക്കും അമ്മ മഴവിൽ മനോരമയായിട്ട് ചെയ്ത അമ്മ ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ അത് മമ്മൂക്കാനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാർന്നൂരെന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരാളാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് വിളിക്കണം, പോയി കാണണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ അമ്മ ഷോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ ആക്ടേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എടുത്ത് നോക്കിയാൽ കാണാം, എല്ലാവരും കൂടെ ഫോട്ടോസ് ഷെയർ ചെയ്യും. അപ്പോൾ പല കാരണങ്ങളും കൊണ്ട് ഈ മമ്മൂക്കാരുടെ അടുത്ത് ഫോട്ടോ ചോദിക്കാൻ പലർക്കും പേടിയാണ്. അപ്പം ഞാനും അജുവും ഈ ഷോ കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ ലോബിയിലേക്ക് വന്ന് കയറുമ്പോൾ മമ്മൂക്കാടെ ഒരു ഫുൾ ഗ്യാങ് ഇങ്ങനെ നടന്നു പോവാ. അപ്പം ഞാൻ അജു പറഞ്ഞു, മമ്മൂക്ക ഞങ്ങൾക്ക് ഒരു ഫോട്ടോ വേണം എന്ന് പറഞ്ഞ് മമ്മൂക്ക നടുക്ക് നിൽക്കുന്നു, അജു ഈ സൈഡിൽ നിൽക്കുന്നു, ഞാൻ നിൽക്കുന്നു. ഞാനൊരു സെൽഫി ഇങ്ങനെ എടുക്കാനായിട്ട് നിൽക്കും, മമ്മൂക്കാൻ എടുത്തു ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത്? മമ്മൂക്ക ഞങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ആണത്. ഞങ്ങൾ രണ്ടുപേരും, അതായത് എനിക്കൊന്നും ഈ പല സമയത്ത് ആളുകൾ ചോദിക്കില്ലേ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില മോശം കമൻസ്, അല്ലെങ്കിൽ നമുക്ക് അഗെയിൻസ്റ്റ് ഒരു വേവ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് നോക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി ആലോചിച്ചാൽ മതി. പൃഥ്വിരാജ് സുകുമാരൻ, ഇദ്ദേഹം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് എപ്പോഴും ഇദ്ദേഹത്തിന് ശേഷം വന്ന ഞങ്ങളുടെ എല്ലാ യങ്സ്റ്റേഴ്സിനും ഉള്ളൊരു പാഠം. അല്ലെ, അദ്ദേഹം അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ശരിക്കും അത് ഞങ്ങൾക്കൊരു ലെസണാണ്. ഈ ഫോട്ടോ ശരിക്കും ഞങ്ങൾ ചെന്നൈയിൽ നമ്മൾ രണ്ടുപേരും കാർ ക്രേസ് ഉള്ള ആളുകളാണ്. അപ്പം നമുക്ക് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മിനി കൂപ്പറിൻ്റെ. അതിന് പോകുമ്പോൾ ആ ഫ്ലൈറ്റിൽ വെച്ച് എടുത്തൊരു ഫോട്ടോ ആണ്. ഇന്നലെ വരെ എൻ്റെ 2 മക്കളാണ്, ആഡം ആൻഡ് ഹയ. ശരിക്കും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നേരെ OTT റിലീസായി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല റിവ്യൂസ് വന്നിരുന്നു. ഇത് തിയേറ്ററിലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ ചീത്തപ്പേര് മാറി കിട്ടിയേനെ. അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഇടയിൽ എടുത്തൊരു ഫോട്ടോ ആണ്. ശ്രീനിയേട്ടനായിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഇത്. സിബി മലയിൽ സാറ് ഡയറക്റ്റ് ചെയ്ത ഉന്നം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഇടയിൽ ഞങ്ങൾ എടുത്തൊരു ഫോട്ടോ ആണ്. ശ്രീനിയേട്ടൻ ഒന്നും പറയാനില്ല. ശ്രീനിയേട്ടൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ കഥകൾ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ജിത്തു ജോസഫ് മെമ്മറീസ് എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ മെമ്മറീസിലുള്ള ചില ഫോട്ടോസാണ് ഇനി. മെമ്മറീസ് ഒക്കെ പോയി തുടങ്ങി. എൻ്റെ എന്താ പറയുക, തമ്പിയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് ഞാനും എൻ്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയ ഒരു സിറ്റുവേഷനായത്. കാർത്തിയുടെ ബർത്ത്ഡേ. കാർത്തിക്ക് വേറെ ഇതുണ്ട്, ക്യാരവനുണ്ട്. ഞങ്ങളിപ്പോഴത്തെ ക്യാരവനില്ല. അപ്പം ഞാനും ലിൻഡയും പിള്ളേരും എല്ലാവരും ഉണ്ട്, കാത്തിയും കറ്റീനയും ഉണ്ടെന്ന്. ഞങ്ങൾ ക്യാരവനിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ബിരിയാണി ഇങ്ങോട്ട് കിട്ടിയായിരുന്നു അവിടെ. അത് കാരണം പുള്ളി ബിരിയാണി പറഞ്ഞില്ല. ബിരിയാണി കിട്ടി ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വാതിലൊരു കൊട്ട് കേട്ടു. അപ്പോൾ അച്ഛൻ വന്നിട്ട് സാറിൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് വരുവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ക്യാരവനിൽ പുള്ളി വന്നിരുന്നു. വെരി നൈസ് വന്നിരുന്ന് കൈസ. ഇതും തമ്പിയുടെ ലൊക്കേഷനിൽ തന്നെ. അവിടെ ഒരു ഹോസ്പിറ്റലിലെ ഒരു ICU സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് സൂര്യ ഒന്ന് വരുമെന്നറിയായിരുന്നു. പെട്ടെന്ന് ജ്യോതിക ഉണ്ട്, ഇവർ രണ്ടും ഉണ്ടപ്പോഴാണ് സൂര്യ കയറി വന്നിരുന്ന് അവിടെ വന്ന് ഞങ്ങൾ നേരത്തെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ വന്ന് സൈഡിൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞ പോലെ തമ്പിയുടെ പെർഫോമൻസ് എന്ന് കാണട്ടെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചു. വന്നിരുന്നു. ആ ഷോട്ട് എടുത്തുകൊണ്ടിരുന്നപ്പം അദ്ദേഹവും വന്ന് ഇരുന്ന് കൂടെ ഇരുന്നു. ആ സീക്വൻസ് ആയത്. ഇത് ദൃശ്യം 2ൻ്റെ റീമേക്ക് ഇവിടെ തൊടുപുഴയിലാണ് ലൊക്കേഷൻ. വീട് തൊടുപുഴയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് എടുത്ത് എനിക്ക് ഭയങ്കര ഒരു അടുപ്പവും സ്നേഹവും
തോന്നിയിട്ടുള്ള ഒരു ആക്ടറാണ്. കാരണം ഭയങ്കര ജെന്യൂനാണ്, ഭയങ്കര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും. അദ്ദേഹം എപ്പോഴും എന്നോട് പറയും, വന്നിട്ട് പറയും, മോഹൻലാൽ സാർ ചെയ്ത ക്യാരക്ടറാണ്, ആ ലെവലിലേക്കൊന്നും എനിക്കൊരിക്കലും എടുത്തിടാൻ പറ്റത്തില്ല. ഞാൻ അവനെ പേടിക്കണ്ട, ഞാൻ അവന് അതുപോലെ ഒരിക്കലും ചെയ്യണമെന്നില്ല, യു പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ, ദാറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞു. ഭയങ്കര ഇതാണ് മലയാള സിനിമകളോടൊക്കെ ഭയങ്കര ബഹുമാനവും ഭയങ്കര റെസ്പെക്റ്റും. ഒരു ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്കുണ്ട് തെലുങ്കിൽ എല്ലാവരും അങ്ങനെ, പക്ഷെ അദ്ദേഹം ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീയിങ്. ദ ടീം. ഇത് ഓഫ് കോഴ്സ് നമ്മുടെ 12th മാൻ. ഇതിന് കൂമനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലേ, കൃഷ്ണകുമാർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണറിലുള്ളൊരു പടമായത്. ഇത് ശരിക്കും ഒരു ത്രില്ലറെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഇതൊരു നമ്മൾ പഴയ അഗത ക്രിസ്റ്റി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതാണ്, ഒരു ഹൂഡ് ആൻഡ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു വൂഡൻ ത്രില്ലർ. അത്രയേ ഉള്ളൂ ഇത് ശരിക്കും ബേസിക്കലി. അപ്പം അന്നേരം ആ ലൊക്കേഷനിൽ വെച്ചിട്ട് എനിക്ക് വേണത് ഷൂട്ട് തീരാറായി, ലാസ്റ്റ് ഡേ എന്ന് തോന്നുന്നു. എനിക്ക് വേണത് എല്ലാവരും കൂടെ റൈറ്ററും എല്ലാവരും കൂടെ എടുക്കണം എന്ന് പറഞ്ഞ് അന്നേരം അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആയത്. So, very nice chatting up with you both. Extremely good. And I hope Kuman becomes a super hit. താങ്ക് യു. താങ്ക് യു ശ്രീധർ, താങ്ക് യു സോ മച്ച്. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? IELTS ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.